കുട്ടികളെ, നാളെ ഒരു ടോയ് കമ്പനി അവരുടെ റിമോട്ട് ഓപ്പറേറ്റഡ് ടോയ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം കേട്ടോ. വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടുവരണം. കുട്ടികളെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. വണ്ടി നീ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്ത് തരണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. കൂട്ടുകാരെ, ഞാനിപ്പോ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ എന്റെ ടാലന്റ് കാണിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ യൂട്യൂബ് ഡ്രോയിങ് വരയ്ക്കാൻ പോവാ. വീർ, ചെറിയ ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കണ്ട കേട്ടോ. നീ ഇത് കണ്ടോ വീർ? വീറിന് പകരം ടീർ. അമ്പ് കണ്ടില്ലേ? വീറിന് പകരം ഞാൻ അമ്പാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബണ്ടി ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എപ്പൊ നോക്കിയാലും നിന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാവൻ. നീ ഒന്ന് സമാധാനിക്കമില്ലേ? ഞാൻ ഇപ്പൊ തന്നെ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, ഡ്രോയിങ് വരയ്ക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇപ്പൊ തന്നെ ബണ്ടിയുടെ മുഖം വരച്ചു കാണിക്കാം. ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ അത് കാര്യമാക്കണ്ട കേട്ടോ ബണ്ടി. അത് കണ്ടിട്ട് ഒട്ടും എന്റെ മുഖച്ചായ പോലെ തോന്നുന്നില്ലല്ലോ. സോറി, ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാ. വിക്ക് പകരം നീ ടീ വരച്ചില്ലേ? ബണ്ടിക്ക് പകരം ഞാൻ ആന്റിയെ വരച്ചു. ബോസ്, ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നു. നാളെ വീറിന്റെ സ്കൂളില് ടോയ് കമ്പനീസ് അവരുടെ ടോയ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യ് ബോസ്. വീർ ഒരു കാരണവശാലും ആ എക്സിബിഷനിലേക്ക് പോകാൻ പാടില്ല. എടാ ഒറ്റപ്പല്ലൻ തടിയാ, നിന്റെ ബുദ്ധി വളർന്നില്ലടാ. എന്നാൽ എന്റെ ബ്രെയിനകത്ത് പുതിയൊരു ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് നീ ഒരു ടോയ് സ്റ്റോൾ ഓപ്പൺ ചെയ്യുക. വേണ്ട 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 ബോസ്. വീർ നമ്മുടെ ശത്രുവാണ്. അവന് വേണ്ടി ഞാൻ ടോയ്സ് ഒന്നും എടുത്തോണ്ട് പോവില്ല. എടാ മണ്ണുണ്ണി, അത് വീറിന് കളിക്കാനുള്ളതല്ല, അവന്റെ കഥ അവസാനിപ്പിക്കാനുള്ള ടോയ്സ് ആയിരിക്കും. മനസ്സിലായോ നിനക്ക്? വീറിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. You were genius, boss. Super duper genius. She is right, boss. She is right. ബോസ്, ഇത്രയും സമയമായിട്ട് ആ വീർ ഇവിടെ എത്തിയിട്ടേ ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിന്റെ റോബോട്ട്സിനെ വെച്ച് ആ പിള്ളേരെ പേടിപ്പിക്കടാ. അവരവിടെ നിന്ന് പേടിച്ചുകൊണ്ട് നിലവിളിക്കട്ടടാ. അപ്പോ വീർ എവിടെയുണ്ടെങ്കിലും ഉടനെ ഇങ്ങെത്തില്ലേ? ഓക്കെ ബോസ്. എല്ലാവരും വരൂ 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 വരൂ, കയറി വരൂ. അടിപൊളി രുചിയുള്ള ചാട്ട് കഴിക്കൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആരെങ്കിലും ഇവിടെ റോബോബോയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചാട്ട് കൊടുക്കാൻ തയ്യാറാണ്. ചാട്ട്, എല്ലാവരും വരൂ, വേഗം വേഗം വരൂ. ഞാൻ റോബോബോയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് ചിണ്ടു എന്നാ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ റോബോബോയുടെ കൂട്ടുകാരനാ? സത്യമാണോ? നീ വലിയ ഭാഗ്യവാനാണ് ചിണ്ടു. വേഗം ചെല്ലടാ. ചിണ്ടുവിന് ആവശ്യമുള്ള എല്ലാ ചാട്ടും കൊണ്ടുപോവാ. വേഗം വേഗം ആയിക്കോട്ടെ. കഴിക്ക് മോനെ ചിണ്ടു. ഞാനൊരു കാര്യം കേട്ടല്ലോ, റോബോബോയുടെ കയ്യില് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. പിന്നെ ഓരോരോ സ്യൂട്ട്സും ഒരേ സമയത്ത് 7 രീതിയിൽ അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കേട്ടല്ലോ. എന്റെ ഫ്രണ്ട് വേറെ വേറെ 7 ഡ്രസ്സിംഗ് സ്യൂട്ടിൽ വരും. അവനുണ്ടല്ലോ, അവൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കും. അവനെ എല്ലാ ഷൂട്ടും ധരിപ്പിച്ച് കുറച്ചു നേരത്തേക്ക് ഇവിടെ എത്തിച്ചാൽ, അത് മാത്രമല്ല 7 രൂപത്തിലും അവൻ ഇവിടെ എത്തിച്ചാൽ ഞാൻ നിനക്ക് ജീവിതകാലം മുഴുവൻ ചാട്ട് തരാം. ഞാൻ അവന്റെ ഫാനായി പോയി. അവന്റെ 7 രൂപത്തിലുള്ള ഫോട്ടോ എനിക്ക് എടുക്കണം. അതിന് നിനക്ക് ഞാൻ ചാട്ട് കഴിക്കാൻ തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വിളിക്കോ? കുറച്ച് സമയത്തേക്കല്ലേ. എന്റെ മാജിക് പവർ കൊണ്ട് വീറിന്റെ ക്ലോൺസ് ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം ഇവിടെ വരുത്താം. ഇവനും സന്തോഷായിക്കോളും. പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ചാട്ട് കഴിക്കാലോ. ഇവന്റെ ചാട്ടിന് എന്തൊരു ടേസ്റ്റാ. അവൻ എത്രയും പെട്ടെന്ന് 7 രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാ. അവൻ എന്റെ അടുത്ത് ഇവിടെ മീറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം വെയിറ്റ് ചെയ്യാൻ അവൻ വന്നോണ്ടിരിക്കായിരിക്കും. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വീറിന്റെ ക്ലോൺസ് വേറെ വേറെ സ്യൂട്ടിൽ ഇവിടെ വരട്ടെ. മരത്തിന്റെ പുറകിൽ നിന്ന് ഇവിടെ വരട്ടെ. കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ സന്തോഷവാനാണ്. വെരി വെരി ഗ്ലാഡ്.
എടാ ചിണ്ടു, നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് ചാട്ട് കഴിച്ചോ? ഞാൻ ഇവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഓ ശരി, നിങ്ങൾ കുറച്ച് ചാട്ട് കഴിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിണ്ടു മോനെ, ഞാൻ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഇവരോടൊന്ന് പറഞ്ഞേ. കുറച്ച് സമയത്തേക്ക് മതിയടാ, എന്ത് പറഞ്ഞാലും അവർ ചെയ്യണം. നിനക്ക് ഞാൻ ചാട്ട് തരാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ഫ്രണ്ട് അല്ലേ നീ? ഇയാള് പറയുന്ന എല്ലാം കേക്ക്, ഇയാള് പറയുന്ന എല്ലാം ചെയ്യണം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം, നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. മോനെ ചിണ്ടു, നീ ചാട്ട് കഴിക്ക്, ഞങ്ങളിപ്പോ വന്നേക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവയോ? താങ്ക് യു അപ്പൂപ്പ. എനിക്ക് ക്യാരറ്റ് മാത്രം കഴിച്ചാൽ മതി അപ്പൂപ്പ. ശരി ശരി, ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറ്റും ക്യാരറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നേക്കാം. ഹലോ, നിനക്ക് കഴിക്കാൻ ക്യാരറ്റ് ഹൽവ വേണോ? താങ്ക് യു, എനിക്കിത് വലിയ ഇഷ്ടാ. എടാ ചിണ്ടു, എന്നെ ശരിക്കൊന്ന് ആഞ്ഞ് തള്ളി വിട്. എന്താ ഇത്ര സ്ലോ ആയിട്ട് തള്ളി വിടുന്നതാ? അയ്യോ, രക്ഷിക്കണേ 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 രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. താങ്ക് യു വീർ, നീ നന്നായി കുതിരസവാരി ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, ഏയ് രാജാ റാണ റാക്ക, ഇങ്ങോട്ട് നോക്ക്. പെർഫെക്റ്റ് ഫിക്സ്. ഇന്ന് രാത്രി ഫുർസത് ഗഞ്ചില് ഭൂതക്കുരങ്ങന്റെ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യണം. അവിടെയുള്ള എല്ലാവരെയും പേടിപ്പിക്കണം. ഞാൻ ആദ്യം എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്നതാണ്. രാജാ, നീയും എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരുന്നവരെ പേടിപ്പിക്കണം. എന്നിട്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷം ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നെത്തും. ഭൂതമുണ്ടെന്നുള്ള കാര്യം കൺഫേം ആക്കണം. അങ്ങനെ എല്ലാവരും ഭൂതത്തെ കണ്ട് പേടിച്ചോടണം. ആരും പുറത്തു വരില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് കൊള്ളയടിക്കുകയും ചെയ്യാം. ടുമോറോ നെവർ കംസ്. രാക്ക, നമ്മൾ ഉടനെ തന്നെ കൊള്ളയടിക്കണം. ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഞാൻ ഭൂതക്കുരങ്ങനാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീർ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്ടിറ്റോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്ക് വന്നിരിക്കാണ്. വീർ, ഓടിക്കാം.
എനിക്ക് ഒരു ഗാഡ്ജറ്റിനും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. താങ്ക് യു വീർ. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ്മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ അപ്പൂപ്പ? വാ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ. ആ ചാടിപ്പോകുന്നത് നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. വീറൊരു റോബോട്ടാണ്. റോബോബോയും വീറ് തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കിക്കോ. എന്നെ വിട്ടേക്ക, എന്നെ വിട്ടേ.